എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, ഫസ്റ്റ് ഹാഫ് കൊള്ളാം, സെക്കൻഡ് ഹാഫ് കൊള്ളത്തില്ല, അല്ലെങ്കിൽ ഫസ്റ്റ് ഹാഫ് വളരെ സ്പീഡായിട്ട് പോയി, സെക്കൻഡ് ഹാഫിൽ ലാഗ് അടിച്ചു, അല്ലെങ്കിൽ ഫസ്റ്റ് ഹാഫ് ഒരു രക്ഷയില്ല, ഭയങ്കര ബോറാണ്, പക്ഷെ സെക്കൻഡ് ഹാഫ് കൊണ്ട് കുളിപ്പിച്ചു. ഇത് പിന്നെ ലാസ്റ്റിൽ ക്ലൈമാക്സ് പറയുന്നുണ്ട്, ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും ഒന്നും അത്ര പോരാ, പക്ഷെ ക്ലൈമാക്സ് കൊള്ളാം. പിന്നെ തിരിച്ചും പറയും പടം അടിപൊളിയായിട്ട് വന്നാണ്, ക്ലൈമാക്സ് കൊണ്ട് കുളവലച്ച്. എന്താണ് ഈ ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് പറയാനുള്ളത്? അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ ഇങ്ങനെ ഓടി പഴയ കാലഘട്ടത്തിൽ സിനിമ ഇങ്ങനെ ഓടി ഒരു 100 ദിവസം ഓടാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെ പബ്ലിക്കിന് മൗത്ത് പബ്ലിസിറ്റി വഴി എത്തുള്ളൂ. ഇന്ന് പടം തുടങ്ങി ഒരു സീൻ കഴിയുമ്പോൾ അവൻ്റെ ആദ്യത്തെ റിവ്യൂ വരും മൊബൈലിൽ. ഫസ്റ്റ് സീൻ കഴിയുമ്പോൾ ഫസ്റ്റ് സീൻ പൊളി, ഇത് ഷൂട്ട് ചെയ്ത് കാണിക്കും. അവൻ ഈ സിനിമ തിയേറ്ററിൽ ഇരിക്കുന്നതിൻ്റെ ഒരു ഫോട്ടോ കാണും, പിന്നെ ഡയറക്റ്റഡ് ബൈ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ഹീറോയുടെ ഇൻട്രോ ഒരെണ്ണം കാണും. അത് കഴിഞ്ഞ് അപ്പം മുതൽ അവൻ ഈ റിവ്യൂ എഴുത്തു തുടങ്ങും. അപ്പോൾ ഇവനൊരു സകലകല വല്ലഭനാണെന്ന് കാണിക്കാനുള്ള ഒരു ഇതുണ്ടാവും, ത്വര. അതാണ് പകുതി റിവ്യൂസിലും കാണുന്നത്. അപ്പോൾ എന്തെങ്കിലും പറയണമല്ലോ. അപ്പം കംപ്ലീറ്റ് സിനിമയും കൊള്ളാം എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഫസ്റ്റ് ഹാഫ് കൊള്ളാം, സെക്കൻഡ് ഹാഫ് കൊള്ളില്ല, സെക്കൻഡ് ഹാഫ് കൊള്ളാം, ഫസ്റ്റ് ഹാഫ് കൊള്ളില്ല, ഫസ്റ്റ് ഹാഫ് കൊള്ളാം പക്ഷേ ലാഗുണ്ട്, സെക്കൻഡ് ഹാഫുള്ള ആദ്യത്തെ പോർഷൻ ലാഗുണ്ട്. പക്ഷേ അപ്പോൾ ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ നമ്മുടെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാനൊരു ദിവസം പ്രിയദർശൻ്റെ അടുത്ത്, അതായത് പ്രിയൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, പ്രിയ ഇങ്ങനെ പറയുന്നതല്ലോ, ഇതിനകത്ത് പ്രിയൻ എന്ത് പറയുന്നു? പ്രിയൻ പറഞ്ഞടാ, സിനിമ ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും ഒന്നുമില്ല, ഒന്നേ ഉള്ളൂ. അത് നമ്മൾ രണ്ടായിട്ട് മുറിച്ചിരിക്കുന്ന മൂത്രം ഒഴിക്കാൻ പോകാനാണ്, അല്ലാതെ വേറെ ഒന്നുമില്ല. ഒറ്റ സിനിമയുള്ളൂ, അതിന് ഒരു അഭിപ്രായമേ ഉള്ളൂ. കറക്റ്റ്, അതാണ് അതിൻ്റെ സത്യം. അതെ, ഓക്കെ. അപ്പം സഫാരി ഗിരിഗിരിയിൽ രണ്ടാമത്തെ ചോദ്യം, മുത്ത് എന്ന കഥാപാത്രത്തിൻ്റെ യഥാർത്ഥ പേര് എന്താണ് സിനിമയിൽ? എ രാധാമണി, ബി രാധ, സി ജലജ. ജലജയല്ല, രാധാമണി. രാധാമണി എന്നുള്ള ഉണ്ടോന്ന് സംശയം. രാധ എന്നാണ് പേര്, രാധാമണി എന്നുണ്ടോന്ന് സംശയമുണ്ട്. രാധാമണി, രാധ. ബി രാധ. എടുത്തിട്ട് രാധ എനിക്ക് പൂട്ടാൻ വിഷമാണ്, എന്നാലും ഞാൻ എടുത്തിട്ട് പൂട്ടി. എടാ അനുവേ, നിനക്ക് രാധാമണി, രാധ, ജലജ ആരെയാണ് നീ പ്രിഫർ ചെയ്യുന്നത്? കുഴപ്പമില്ല, 3 പേര്. ചുമ്മാതല്ല, നിനക്ക് ഡെയിലി തൊഴി കിട്ടുന്ന വീട്ടിൽ നിന്ന് 2 in 1 എന്നൊക്കെ കേട്ടിട്ടുണ്ട്. 3 in 1 അതാണ് പുള്ളി എല്ലാ പരിപാടിയും അറിയാന്നുള്ളത്. അതെ, ചേട്ടൻ പറഞ്ഞില്ലേ പാട്ട് പാടും, മറ്റേ അതായത് പാട്ട് ഇഷ്ടപ്പെടുന്ന ലേഡീസ് അങ്ങനെ വരട്ടെ, ഫ്ലൂട്ട് ഇഷ്ടപ്പെടുന്ന ലേഡീസ് അങ്ങനെ വരട്ടെ, പിന്നെ കീബോർഡ് ഇഷ്ടപ്പെട്ട് അങ്ങനെ വരട്ടെ, തബല ഇഷ്ടപ്പെടുന്നതിന് അങ്ങനെ വരട്ടെ. ഓ, എനിക്ക് വൈ ഇവനെ കൊണ്ട് തോറ്റു കേട്ടോ. അപ്പോൾ ബി രാധ. ഉത്തരം ശരിയാണ്, കൺഗ്രാറ്റുലേഷൻസ്, വെരി ഗുഡ്. അപ്പോൾ ബാലാജി ഒറ്റ മകനാണെന്ന് പറഞ്ഞു. അതെ. അപ്പോൾ ഒരുപാട് അനുസരണക്കേട് കാണിച്ചു കാണുമല്ലോ. അയ്യോ, അതേ ഉള്ളൂ. ആർട്സ് കോളേജിലാണ് പഠിച്ചത്. അതെ, അതിൻ്റെ അടുത്താണ് വിമൻസ് കോളേജ്. അല്ല, ഞാനും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. 3:30 മണി എന്നൊരു സമയമുണ്ടെങ്കിൽ നമ്മൾ ആ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്ത് കാണും. അവിടെ കാണണമല്ലോ, കണ്ണിനൊരു കുളിർമയേകുന്ന കാഴ്ചകൾ. ഞങ്ങൾ 2-3 പേരുണ്ടായിരുന്നു, ഞങ്ങളുടെ കൂട്ടുകാരെല്ലാം കൂടെ സൈക്കിളാണ്. അന്ന് സൈക്കിളേ ഉള്ളൂ. സൈക്കിളിൽ അത് നമ്മുടെ ആ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ഓരോരുത്തർ പോകുമ്പോഴത്തേക്ക് നമ്മൾ ക്ലിങ് ക്ലിങ് ബെല്ല്. കാരണം എന്തൊരു പേടിയാ, കാരണം ആരെങ്കിലും കാണുമെന്നൊന്നും അറിഞ്ഞൂടല്ലോ. ഇപ്പോഴാർക്ക് പേടി, എന്ത് പേടി. ഇപ്പൊ വാട്സപ്പ് ഒരു 2 ബെല്ലടിക്കുമ്പോഴത്തേക്ക് ഒരാളിങ്ങനെ തിരിഞ്ഞു നോക്കിയാൽ മതി. ആ ദിവസം ഹാപ്പി. ഭൂമിദേവി പുഷ്പണിയായി. ഞാൻ ചോദിച്ചൊന്നും അതല്ല, അങ്ങനെ ബാലാജിയുടെ ഒരു അനുഭവം പറയാൻ പറഞ്ഞു. അനുഭവങ്ങളൊന്നും ഏത് പറയണം. നമ്മളിങ്ങനെ കുറച്ച് എല്ലാവരെയും നമ്മൾ കോളേജ് വിടുന്ന സമയം സിനിമയ്ക്ക് പോവാം. കോളേജ് ടൈമിൽ കോളേജിൽ പോകാറില്ല. വല്ല പ്രാക്ടിക്കൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം ഉണ്ടെങ്കിൽ പോകുള്ളൂ, അല്ലെങ്കിൽ സിനിമ കാണാൻ പോകും. 2 രൂപ ടിക്കറ്റ് പോയി ഫ്രണ്ടിൽ പോയിരിക്കുക, കാണുക, തിരിച്ചു വരിക. സൈക്കിൾ തന്നെയാണെന്നും. ഞാനൊക്കെ അന്ന് 75 വയസ്സ്, അന്ന് 50 വയസ്സ് 75 വയസ്സ്. നമ്മളന്ന് ഞാനും പ്രിയനും ആയിരുന്നു ഏറ്റവും വലിയ സുഹൃത്തുക്കൾ. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തായിരുന്നു. അപ്പം ഞങ്ങളുടെ മെയിൻ ജോലി എന്ന് പറഞ്ഞാൽ കപ്പ മോഷണമാണ്. കപ്പ മോട്ടിക്കും, എന്നിട്ട് അത് കൊണ്ട് വിൽക്കും, പിന്നെ അത് കഴിക്കും. പിന്നെ തൊട്ടപ്പുറത്തൊരു ചൈൽഡ് വെൽഫെയർ സെൻ്റർ ഉണ്ട്,
അവിടെ കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കി വയ്ക്കും പിള്ളേർ പഠിക്കുന്നവർ. ഞങ്ങൾ വൈകുന്നേരം പോയി എടുക്കും, ഞങ്ങൾ കൊണ്ടുപോയി വിൽക്കും, എന്നിട്ട് പൈസ കിട്ടും. ആ പൈസ എടുത്തിട്ട് സിനിമ കാണാൻ പോകും. അത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. റോട്ടി കപ്പടെ ഒരു മക്കാൻ ആ സിനിമ അമിതാഭ് ബച്ചൻ അല്ലേ? അതെ, അമിതാഭ് ബച്ചൻ. അമിതാഭ് ബച്ചനെ ഞാൻ കണ്ടത് ഇങ്ങനെ നോക്കിയപ്പോൾ ഉണ്ടല്ലേ, അത് 50 പൈസ ടിക്കറ്റിൽ അജന്ത തിയേറ്ററിൽ ഫ്രണ്ടില്ല, ഏറ്റവും ഫ്രണ്ടിൽ റൈറ്റ് സൈഡിൽ എന്ന് പറഞ്ഞ പുള്ളി ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു കാല് മാത്രമേ, അങ്ങ് അറ്റത്തിരിക്കുകയാണ്. അങ്ങനെയൊക്കെ എത്ര അനുഭവങ്ങളാണെന്നറിയാം. നമ്മൾ ചിത്രം സിനിമ, ചേട്ടൻ്റെയൊക്കെ സൂപ്പർ ഹിറ്റ് പാട്ടുള്ള ചിത്രം സിനിമ ഇറങ്ങുന്ന സമയത്ത് 10ാം ക്ലാസ് കഴിഞ്ഞ ഒരു സമയമാണ്. അന്ന് ഞങ്ങൾ ഭയങ്കര തിരക്ക്, അതായത് ഫസ്റ്റ് ഡേ കഴിഞ്ഞപ്പോഴത്തേക്കും റിപ്പോർട്ട് ഭയങ്കര ഇതായല്ലോ. അത് ഒരുവിധം സിനിമ കുറച്ച് താമസിച്ചാണല്ലോ റിലീസ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ അപ്പം ഞാനൊരു ഫ്രണ്ടിനെയൊക്കെ പുടഞ്ഞ് വിട്ടിട്ട് ഫ്രണ്ടിൽ കയറ്റി സീറ്റൊക്കെ പിടിച്ചിടാൻ വേണ്ടി പറഞ്ഞിട്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ നീന്തിയാണല്ലോ ടിക്കറ്റ് എടുക്കുന്നത്. നീന്തിയൊക്കെ ടിക്കറ്റ് എടുത്ത് പോലീസുകാരൊന്ന് അടിക്കുന്നു. അതിൻ്റെ ഇടയിൽ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഞാൻ പോയി ഇരിക്കാൻ പോയപ്പോഴത്തേക്ക് വേറെ ആൾ വന്നിരുന്നു ആ സീറ്റിൽ. അപ്പോൾ ഈ സുഹൃത്തിനടുത്ത് സീറ്റ് പിടിച്ചിടാൻ പറഞ്ഞാണ്. അപ്പോൾ ഞാനും അവനും കൂടെ കശപിശയായി വഴക്കായപ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന സുഹൃത്തിന് എന്നെ അറിഞ്ഞേ കൂടാ. ടിക്കറ്റ് സീറ്റ് പിടിച്ചിടാൻ പറഞ്ഞ അവനെ പറഞ്ഞു വിട്ട് അവിടെ സീറ്റ് ഞാൻ പിടിച്ചിട്ടിട്ട് അവനൊന്നും അറിഞ്ഞുകൂടാതെ ഇരുന്നു. ഞാനും അവനോട് വഴക്കുണ്ടാക്കി. ആ ഫസ്റ്റ് സീനൊക്കെ വരുമ്പോഴൊക്കെ ഇതായിരുന്നു അന്നത്തെ ഒരു സിനിമാനുഭവം എന്നൊക്കെ പറഞ്ഞു. അന്ന് സിനിമ കാണുന്നതാണ് ഏറ്റവും വലിയ സംഭവം. കാരണം ഞങ്ങളുടെ ജീവിതത്തിൽ അതായത് 2 രൂപ കിട്ടിക്കഴിഞ്ഞാൽ 1 രൂപ 35 പൈസ സിനിമയ്ക്കാണ്. എൻ്റെ കണക്കെന്താണെന്നറിയാം. 75 പൈസ സിനിമ, 75 പൈസ സിനിമ, 10 പൈസ സൈക്കിൾ വയ്ക്കുന്നതിന്, സൈക്കിൾ വയ്ക്കുന്നതിന് ചാർജ് ഉണ്ട്. പിന്നെ 2 പേർക്കും കൂടെ കപ്പലിൻ്റെ വാങ്ങിക്കുന്നതിന്, പിന്നെ പറ്റിയാൽ ഒരു പാട്ട് പുസ്തകം കിട്ടിയാൽ അതും കൂടെ. ഇപ്പൊ പാട്ട് പുസ്തകമൊന്നുമില്ല. അതെ, അതൊന്നുമില്ല. ഇപ്പൊ എല്ലാം കയ്യിലായല്ലോ. അതെ.